ഹായ് ഫ്രണ്ട്സ്, ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കിത് നോക്കാം. ഒരു 1/2 കിലോ ചെമ്മീൻ എങ്ങനെയാണ് ഫ്രൈ ആക്കി എടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടി നമുക്കൊരു കടായി അടുപ്പത്തേക്ക് വയ്ക്കാം. ഒരു പരന്ന കടായിയാണ് നമുക്കിതിനായിട്ട് യൂസ് ചെയ്യേണ്ടത്. പരന്ന കടായിയിൽ നമുക്ക് ഫ്രൈ നല്ല രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതിനായി കടായി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായ ശേഷം 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി വരട്ടെ. ചൂടായ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് അല്പം കടുക് ചേർത്ത് കൊടുക്കാം. ഇനി കടുക് നന്നായി പൊട്ടിക്കഴിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നാടൻ കറിവേപ്പിലയാണെങ്കിൽ ഒത്തിരി കറിവേപ്പില ചേർക്കുന്നത് കൊണ്ട് നമ്മുടെ ഫ്രൈക്ക് നല്ലൊരു സ്വാദ് കിട്ടാൻ സാധ്യതയുണ്ട്. നന്നായി ഒന്ന് കറിവേപ്പില മൂപ്പിച്ചെടുക്കുക. കറിവേപ്പില നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 2 സവാള കൊത്തി എരിഞ്ഞതാണ്. 2 വലിയ സവാള കൊത്തി എരിഞ്ഞത് നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമ്മുടെ സവാള നല്ല രീതിയിൽ വഴന്ന് കിട്ടുമ്പോഴാണ് നമ്മുടെ ഫ്രൈക്ക് ഒത്തിരി സ്വാദ് കൂടുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 3 പച്ചമുളകാണ്. ഓരോരുത്തരുടെയും എരിവനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ കൂടുതൽ ഉപയോഗിക്കാം. നമുക്ക് കൂടുതൽ എണ്ണം പച്ചമുളകുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിപ്പോൾ 3 പച്ചമുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളി ഇപ്പോൾ തന്നെ അത്യാവശ്യം വഴന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വെളുത്തുള്ളിയാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഒരു 4-5 വെളുത്തുള്ളി അത് നമ്മൾ ചതച്ച് ഇതിലേക്ക് ആഡ് ചെയ്യും. വെളുത്തുള്ളി ചേർത്ത ശേഷം നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മളൊരു തക്കാളിയാണ് ആഡ് ചെയ്യേണ്ടത്. അത് നന്നായിട്ട് അരിഞ്ഞ ശേഷം നമുക്ക് നമ്മുടെ വഴന്ന് വന്നിരിക്കുന്ന ഉള്ളിയുടെ മിശ്രിതത്തിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ നന്നായിട്ട് നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. തക്കാളി നമ്മൾ ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മുടെ ഈ ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർന്ന് പച്ചമുളകൊക്കെ ചേർന്ന് നല്ല രീതിയിലൊന്ന് സോഫ്റ്റായി കിട്ടാനുണ്ട്. അപ്പം അതുവരെ നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യേണ്ടത്. നന്നായി വഴന്ന് വന്ന് നമ്മുടെ ഉള്ളിയിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി നമുക്ക് ചേർക്കാം. ഞാനിപ്പോൾ 1.5 കപ്പോളം ചെമ്മീനാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ആ ചെമ്മീൻ നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചെമ്മീൻ നമുക്ക് നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ചെമ്മീനാണ് ഞാൻ 2 ഉള്ളി എടുത്തിരിക്കുന്നത്, ഒരു തക്കാളി. ചെമ്മീൻ കഴുകിയത് നമ്മൾ ഉള്ളി മസാലയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മുടെ ചെമ്മീനും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആവശ്യമെങ്കിൽ നമുക്ക് അവസാന ഘട്ടത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യമേ ഒത്തിരി മുളക് ചേർത്ത് മുളക് അധികം ആയിപ്പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നോക്കി അവസാനം ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ ചെമ്മീനിൽ നിന്നൊക്കെ വെള്ളം വന്ന് ആ വെള്ളത്തിൽ ചെമ്മീനൊക്കെ നന്നായി വെന്ത് നമ്മുടെ ചെമ്മീൻ ഫ്രൈയുടെ സ്വാദ് നല്ല രീതിയിൽ ഉണ്ടാകുന്നിടം വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്.
നമ്മുടെ ചെമ്മീൻ ഫ്രൈ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ ചെമ്മീൻ നിന്നൊക്കെ വെള്ളം വന്നു തുടങ്ങിയത്. നമ്മളിതിൽ തുള്ളി പോലും വെള്ളം ചേർത്തിട്ടില്ല. നന്നായിട്ടതൊന്ന് കുറുകി വരട്ടെ. നമ്മുടെ ചെമ്മീൻ ഫ്രൈയിലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ മസാല. നമ്മളിതിലേക്ക് അല്പം കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടെ ചോറിനൊപ്പമോ പുട്ടിനൊപ്പമോ ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. സ്വാദിഷ്ടമായ ചെമ്മീൻ ഫ്രൈ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.